Hello dears, in this section we are discussing about volcanoes. What is an volcano? A volcano is a vent or opening, usually circular or nearly circular in form, through which the heated materials consisting of gases, water, liquid lava, fragments of rock are ejected from the highly heated interior to the surface of the earth. And this definition was given by P.G. Orsesto in 1948. എന്താണ് ഒരു വോൾക്കാനോ? ഭൂമിക്കകത്തെ മോൾട്ടൺ മെറ്റീരിയൽ ഒരു വെന്റിൽ അല്ലെങ്കിൽ ഓപ്പണിങ്ങിൽ കൂടെ ഭൂമിക്ക് പുറത്ത് വരുന്ന ആ ഒരു ഫീച്ചറിനെ പറയുന്ന പേരാണ് വോൾക്കാനോ. ഈ മോൾട്ടൺ മെറ്റീരിയൽ പുറത്തു വരുമ്പോൾ എന്തൊക്കെ അതിൽ കാണാം? ഗ്യാസസ്, വാട്ടർ, ലിക്വിഡ് ലാവ, ഒപ്പം ഫ്രാഗ്മെന്റ്സ് ഓഫ് റോക്സും കൂടെയാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ കാണുന്ന വോൾക്കാനോയുടെ വെന്റ് അല്ലെങ്കിൽ ഓപ്പണിങ്ങിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒന്ന് സർക്കുലർ ആയിരിക്കാം അല്ലെങ്കിൽ നിയർലി സർക്കുലർ ആയിരിക്കാം. അപ്പോൾ ഭൂമിക്കകത്തുള്ള ഏറ്റവും ചൂടേറിയ മോൾട്ടൺ മെറ്റീരിയലും ആ മോൾട്ടൺ മെറ്റീരിയൽ അടങ്ങിയിരിക്കുന്ന ആഷും ഗ്യാസും വാട്ടറും ലിക്വിഡ് ലാവയും ഫ്രാഗ്മെന്റ്സും എല്ലാം സെമി സർക്കുലർ അല്ലെങ്കിൽ സർക്കുലർ രൂപത്തിലുള്ള ഒരു വെന്റിൽ അല്ലെങ്കിൽ ഓപ്പണിങ്ങിൽ കൂടെ പുറത്തു വരുന്ന ആ ഒരു വെന്റ് അല്ലെങ്കിൽ ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് വോൾക്കാനോ. Volcanicity. The term volcanicity covers all those processes in which molten material or magma rises into the crust, is poured out into the surface, there to solidify as crystalline or semi-crystalline rocks. ഇനി ഈ വോൾക്കാനോ ഉണ്ടാക്കുന്ന പ്രതിഭാസത്തിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വോൾക്കാനിസിറ്റി. ഈ വോൾക്കാനിസിറ്റി എന്ന ടേമിനകത്ത് ആണ് എല്ലാ പ്രോസസ്സ്, അതായത് ഭൂമിക്കകത്തുള്ള ചൂടേറിയ മാഗ്മ ഒരു വെന്റിൽ അല്ലെങ്കിൽ ഓപ്പണിങ്ങിൽ കൂടെ പുറത്തു വരികയും അത് തണുത്തുറഞ്ഞ് ക്രിസ്റ്റലൈൻ അല്ലെങ്കിൽ സെമി ക്രിസ്റ്റലൈനായി റോക്സ് ആയിട്ട് മാറുന്ന ആ ഒരു പ്രതിഭാസത്തിനെ വിളിക്കുന്നതാണ് വോൾക്കാനിസിറ്റി. ഇനി മാഗ്മ തണുത്തുറഞ്ഞ് ഉണ്ടാവുന്ന റോക്സ് അല്ലെങ്കിൽ ലാവ തണുത്തുറഞ്ഞുണ്ടാവുന്ന റോക്സിനെ നമ്മൾ ഇഗ്നിയസ് റോക്സ് എന്നാണ് വിളിക്കാറ്. ഭൂമിക്കകത്തുണ്ടാവുന്നതിനെ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്നും ഭൂമിക്ക് പുറത്തുണ്ടാകുന്ന ആ റോക്സിനെ എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്നാണ് വിളിക്കാറ്. Then magma. What is a magma? The molten rock inside the earth is called magma, and when it erupts outside, it is known as lava. ഭൂമിക്കകത്തുള്ള മോൾട്ടൺ മെറ്റീരിയലിനെ മാഗ്മ എന്നും അത് ഭൂമിക്ക് പുറത്തു വരുമ്പോൾ അതിനെ ലാവ എന്നാണ് വിളിക്കുന്നത്. ഈ ലാവയിൽ ആഷ് കാണും, ഗ്യാസസ് കാണും, ഒപ്പം തന്നെ റോക്ക് ഫ്രാഗ്മെന്റ്സും കാണും. ആൻഡ് ദിസ് ലാവ ക്യാൻ ബി ബോത്ത് ഡിസ്ട്രക്റ്റീവ് ആസ് വെൽ ആസ് ക്രിയേറ്റീവ്. ഈ ലാവ കൊണ്ട് പുതിയ പുതിയ ലാൻഡ് ഫോംസ് ഭൂമിക്ക് പുറത്ത് ഉണ്ടാവാറുണ്ട്. ഒപ്പം തന്നെ ഈ ലാവ വളരെ ഡിസ്ട്രക്റ്റീവുമാണ്. And the volcanoes are mainly formed at the edge of Earth's tectonic plates. And volcanoes may also occur in hot spots. Volcanoes പ്രധാനമായും രണ്ട് സ്ഥലത്താണ് ഫോം ചെയ്യാറുള്ളത്. ഒന്ന് പ്ലേറ്റ് മൂവ്മെന്റ്സിന്റെ ഫലമായിട്ട് പ്ലേറ്റ് ബൗണ്ടറീസിൽ വോൾക്കാനോസ് ഉണ്ടാവാറുണ്ട്. രണ്ടാമതായിട്ട് ഹോട്ട് സ്പോട്സിലാണ് വോൾക്കാനോസ് ഉണ്ടാവാറുള്ളത്. Parts or components of volcano. First, magma. It is a molten material found beneath the earth's surface, and when this molten rock material erupts from a volcano, then it is known as lava. ഭൂമിക്കകത്ത് കാണപ്പെടുന്ന മോൾട്ടൺ റോക്ക് മെറ്റീരിയലിനെയാണ് മാഗ്മ എന്ന് പറയുന്നത്. അത് ഭൂമിക്ക് പുറത്തു വന്ന് ഫ്ലോ ചെയ്യുമ്പോൾ അതിനെ ലാവ എന്ന് വിളിക്കുന്നു. ലേറ്റർ ഈ ലാവ തണുത്തുറയുകയാണ് ചെയ്യുന്നത്. Then parasitic cone, a small cone-shaped volcano formed by the accumulation of volcanic debris. മാഗ്മയിൽ കൂടെ വരുന്ന സ്മോൾ ഡെബ്രീസ് അക്യൂമുലേറ്റ് ചെയ്തുണ്ടാകുന്ന ഒരു കോൺ ഷേപ്ഡ് വോൾക്കാനോ ആണ് പാരസൈറ്റിക് കോൺ എന്ന് പറയുന്നത്. പാരസൈറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. പാരസൈറ്റ് എന്ന് പറയുന്നത് ഒരു ജീവിയുടെ പുറത്ത് ജീവിക്കുന്ന മറ്റൊരു ജീവിയാണ് പാരസൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ മെയിനായിട്ട് കാണുന്ന ഒരു വോൾക്കാനോയിൽ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന സ്മോൾ കോൺസിനെയാണ് നമ്മൾ പാരസൈറ്റിക് കോൺസ് എന്ന് വിളിക്കുന്നത്. Then sill is a flat piece of rock formed when the magma hardens in the crack in a volcano. സിൽ എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ്
പീസ് ഓഫ് റോക്ക് ആണ്. ഇത് ഫോം ചെയ്യുന്നത് വോൾക്കാനോയ്ക്കകത്തുള്ള ക്രാക്സിൽ മാഗ്മ തണുത്തുറയുമ്പോഴാണ് സിൽ എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ടാവാറുള്ളത്. വെന്റ്. Vent is an opening in the Earth's surface through which the volcanic materials escape. Volcanic material, അതായത് മാഗ്മ ഭൂമിയുടെ പുറത്ത് വരുന്ന സർഫസിൽ വരുന്ന ഒരു ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് വെന്റ്. ഫ്ലാങ്ക്. ദ സൈഡ് ഓഫ് എ വോൾക്കാനോ. വോൾക്കാനോയുടെ സൈഡ്സിനെ പറയുന്ന പേരാണ് ഫ്ലാങ്ക്. കോണ്ടക്ട്. ആൻ അണ്ടർഗ്രൗണ്ട് പാസേജ് മാഗ്മ ട്രാവൽസ് ത്രൂ. കോണ്ടക്ട് എന്ന് പറയുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ആണ്, അതിൽ കൂടിയാണ് മാഗ്മ യാത്ര ചെയ്യുന്നത്. ദെൻ സബ്മിറ്റ്. ദ ഹയസ്റ്റ് പോയിന്റ് ഓർ എപെക്സ്. ഏറ്റവും ഹയസ്റ്റ് പോയിന്റിനെ അല്ലെങ്കിൽ എപെക്സിനെ വിളിക്കുന്ന പേരാണ് സബ്മിറ്റ്. Throat. The entrance of an volcano, the part of the conduct that ejects lava and volcanic ash. Throat എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തിനാണ് ത്രോട്ട് എന്ന് പറയുന്നത്. ഈ കോണ്ടക്റ്റിൽ കൂടെ വരുന്ന മാഗ്മ പുറത്ത് എജക്റ്റ് ചെയ്യുന്ന ആ ഒരു പോർഷനെയാണ് ത്രോട്ട് എന്ന് വിളിക്കുന്നത്. ഒരു വോൾക്കാനോയുടെ എൻട്രൻസിനെ നമുക്ക് ത്രോട്ട് എന്ന് വിളിക്കാം. അപ്പോൾ അതിന് മുകളിലാണ് വെന്റ് കാണപ്പെടുന്നത്. ഈ ഒരു ത്രോട്ടിൽ ലാവയും വോൾക്കാനിക് ആഷും ഒക്കെ ഇജക്റ്റ് ചെയ്യുന്നു. ദെൻ ആഷ്. Fragments of lava or rock smaller than 2 millimeter in sizes is known as ash. വോൾക്കാനിക് എക്സ്പ്ലോഷൻസ് നടക്കുന്ന സമയത്ത് വരുന്ന ഫ്രാഗ്മെന്റ്സ് ഓഫ് ലാവയും റോക്കും അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 millimeter താഴെയാണെങ്കിൽ അതിനെ ആഷ് എന്ന് വിളിക്കുന്നു. ദെൻ ആഷ് ക്ലൗഡ്. A cloud of ash formed by volcanic explosion. വോൾക്കാനിക് എക്സ്പ്ലോഷൻ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആഷിന്റെ ഒരു ക്ലൗഡിനെയാണ് ആഷ് ക്ലൗഡ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ വോൾക്കാനിക് കോൺ. വോൾക്കാനിക് കോൺ is a triangle shaped hill formed as material from volcanic eruption piles up around the volcanic vent or opening in the earth crust. എന്താണ് ഒരു വോൾക്കാനിക് കോൺ? ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഒരു കോണിനെ തന്നെയാണ് നമ്മൾ വോൾക്കാനിക് കോൺ എന്ന് വിളിക്കുന്നത്. വോൾക്കാനിക് കോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഭൂമിക്കകത്തുള്ള മാഗ്മ ഒരു വെന്റിൽ കൂടെ പുറത്തു വരികയും ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആയിട്ടുള്ളൊരു ഹില്ല് ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ വോൾക്കാനിക് കോൺ എന്ന് വിളിക്കുന്നത്. ദെൻ മാഗ്മാറ്റിക് ചേംബർ ഓർ മാഗ്മ ചേംബർ ഓർ മാഗ്മ റിസർവോയർ. മാഗ്മാറ്റിക് ചേംബർ is a reservoir of magma in the earth crust where the magma may reside temporarily on its way from the upper mantle to the earth crust. മാഗ്മാറ്റിക് ചേംബർ എന്ന് പറയുന്നത് ഭൂമിയുടെ ക്രസ്റ്റിനകത്തുള്ള ഒരു പോർഷനെയാണ് മാഗ്മാറ്റിക് ചേംബർ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പർ മാന്റിലിൽ നിന്നും ക്രസ്റ്റിലോട്ട് വരുന്ന ഒരു ഭാഗം, മാഗ്മ വരുന്ന ഒരു ഭാഗം. ഈ ഒരു മാഗ്മാറ്റിക് ചേംബറിലാണ് ഈ വരുന്ന അപ്പർ മാന്റിൽ നിന്ന് വരുന്ന മാഗ്മയൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അതാണ് അവിടെ ഒരു കോണ്ടക്റ്റിൽ കൂടെ ലാസ്റ്റിൽ വെന്റിൽ കൂടെ ലാവയായിട്ട് പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള റിസോർവോയറിനെ വിളിക്കുന്ന പേരാണ് മാഗ്മ ചേംബർ. Then crater. A crater is a bowl-shaped depression or hollowed out area produced by the impact of volcanic activity due to the enlargement of vent. Vent is an opening എന്ന് നേരത്തെ പറഞ്ഞു. ആ വെന്റിന്റെ എൻലാർജ്മെന്റ് കൊണ്ടുണ്ടാകുന്ന ഒരു ബൗൾ ഷേപ്ഡ് അല്ലെങ്കിൽ ഹോളോഡ് ഡിപ്രഷനെയാണ് ക്രേറ്റർ എന്ന് വിളിക്കുന്നത്. ഈ ക്രേറ്റർ പ്രധാനമായിട്ടും ഫോം ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വോൾക്കാനിക് ആക്ടിവിറ്റിയുടെ ഇമ്പാക്റ്റ് കൊണ്ടാണ് ക്രേറ്റർ ഉണ്ടാകുന്നത്. ഈ കാലക്രമേണത്തിൽ ഇതൊരു ഹോളായിട്ട് കാണപ്പെടും. അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം കെട്ടിയിട്ട് ക്രേറ്റർ ലേക്സ് ഫോം ചെയ്യാറുണ്ട് ഇതിൽ. ദെൻ കാൽഡറ. Caldera is a larger depression formed when the volcano erupts and collapses. During an volcanic eruption, magma present in the magma chamber underneath the volcano is expelled, often forcefully. When the magma chamber empties, the support that the magma has provided
to that chamber disappears. As a result, the sides and the top of the volcano collapse inward and the calderas are formed, and the calderas vary in size from 1 to 100 kilometers in diameter. കാൽദറ നേരത്തെ പറഞ്ഞ ക്രേറ്ററിനെക്കാട്ടും കുറച്ചുകൂടെ വലിയൊരു ഫീച്ചറാണ് കാൽദറ എന്ന് പറയുന്നത്. ഒരു ലാർജസ്റ്റ് ഡിപ്രഷനാണ് കാൽദറ. ഈ ഒരു കാൽദറ ഫോം ചെയ്യുന്നത് ഒരു വോൾക്കാനോ ഇറപ്റ്റ് ചെയ്യുകയും പിന്നെ അത് കൊളാപ്സ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ്. അതായത് വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. മാഗ്മാറ്റിക് ചേമ്പറിൽ കളക്ട് ചെയ്യും, ഒരു കോണ്ടക്റ്റിൽ കൂടെ കടന്നു വന്ന് വെന്റിൽ കൂടെ ഒരു ഓപ്പണിങ്ങിൽ കൂടെ പുറത്തു വരുമ്പോഴാണ് വോൾക്കാനിസം സംഭവിക്കുന്നത്. ആ ഒരു ഫീച്ചർ നമ്മൾ വോൾക്കാനോ എന്ന് വിളിക്കുന്നു. ചില സമയത്ത് ഈ മാഗ്മാറ്റിക് ചേമ്പറിൽ നിന്ന് വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടായിരിക്കും എക്സ്പെൽ ചെയ്യുന്നത്. ഇങ്ങനെ എക്സ്പെൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മാഗ്മാറ്റിക് ചേമ്പറിലെ മുഴുവൻ മാഗ്മയും തീർന്നു പോകാറുണ്ട്. അങ്ങനെ തീർന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ചേമ്പർ ഇല്ലാതാവുകയും ആ ഒരു ഫോഴ്സ് കൊണ്ട് ആ വോൾക്കാനോയുടെ ടോപ്പ് പോർഷൻസ് കൊളാപ്സ് ആവുകയും ചെയ്യും. കാരണം അകത്തോട്ടൊരു പ്രഷർ ചെലുത്തുന്നതിൻ്റെ ഫലമായിട്ട് മാഗ്മ ചേമ്പർ ഫുള്ളായിട്ട് ഇല്ലാതാവുകയും അകത്തോട്ടൊരു പ്രഷർ ചെലുത്തുന്നതിൻ്റെ ഫലമായിട്ട് ആ ഒരു ഫീച്ചർ കൊളാപ്സ് ആവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്നതാണ് കാൽദറ. കാൽദറയുടെ സൈസ് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ടു 100 കിലോമീറ്റർ വരെ അതിൻ്റെ സൈസ്, അതിൻ്റെ ഡയമീറ്റർ റേഞ്ച് ചെയ്യാറുണ്ട്. ഈ കാൽദറാസ് നേരത്തെ പറഞ്ഞതുപോലെ ലേറ്ററായിട്ട് വാട്ടർ ഫില്ല് ചെയ്ത് കാൽദറ ലേക്സും ഉണ്ടാവാറുണ്ട്. Classification of volcanoes. Volcanoes are mainly classified into two types, based on the mode of eruption and based on the periodicity of eruption. Based on the mode of eruption, it is classified into two, central eruption and fissure eruption. The central eruption is again subdivided into Hawaiian type, Strombolian type, Volcanian type, Pelian type, Vesuvius or Plinian type, and fissure eruption into lava flow, mud flow, fumaroles. And the periodicity of eruption is classified into active volcanoes, dormant volcanoes, and extinct volcanoes. Then classification based on mode of eruption. First, the central eruption. It is an explosive type of eruption, occurs through a central pipe and opening by breaking and blowing off crustal surface due to the violent and explosive gases accumulated deep within the earth. Such volcanic eruptions are very destructive and are disastrous natural hazards. And this eruption is very rapid, violent, and that has huge quantity of volcanic materials consisting of lava, volcanic dust, ashes, fragmented materials that may be ejected up to thousands of meters in the sky. ഒന്നാമത് സെൻട്രൽ ഇറപ്ഷൻ. സെൻട്രൽ ഇറപ്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിക്കകത്തുനിന്ന് ലാവ ഒരു പൈപ്പ് കണക്ക് ഒരു സെൻട്രൽ പൈപ്പിൽ കൂടെ കടന്നു വരികയും അതൊരു ചെറിയ വെന്റിൽ കൂടെ അല്ലെങ്കിൽ ഓപ്പണിങ്ങിൽ കൂടെ പുറത്തു വരുന്ന ഒരു പ്രോസസ്സിനെയാണ് സെൻട്രൽ ഇറപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പൈപ്പിന്റെ സഹായത്തോടു കൂടെ മാഗ്മ പുറത്തു വന്ന് ലാവയെ ഒഴുകുന്ന ഇറപ്ഷനെയാണ് സെൻട്രൽ ഇറപ്ഷൻ എന്ന് പറയുന്നത്. ടു ടൈപ്സ് ഓഫ് ഇറപ്ഷൻ പറഞ്ഞല്ലോ, സെൻട്രൽ ഇറപ്ഷനും ഫിഷർ ഇറപ്ഷനും. ഈ സെൻട്രൽ ഇറപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വയലൻറ്റും ഏറ്റവും ഡിസ്ട്രക്റ്റീവും ആയിട്ടുള്ള ഇറപ്ഷനാണ്. ഇതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവാറും. ഈ ഒരു സെൻട്രൽ ഇറപ്ഷൻ സമയത്ത് ലാവയ്ക്കൊപ്പം തന്നെ വോൾക്കാനിക് ഡസ്റ്റും ഫ്രാഗ്മെന്റഡ് മെറ്റീരിയൽസും ആഷസും ഒക്കെ പുറത്തു വരാറുണ്ട്. അത് വളരെ ശക്തമായിട്ടാണ് പുറത്തു വരുന്നത്. തൗസൻഡ്സ് ഓഫ് മീറ്റേഴ്സ് അബോവ് സ്കൈ വരെ അതിൻ്റെ ആ ഒരു ഇജക്ഷൻ എത്താറുണ്ട്. അത്രയും ശക്തമായിട്ടൊരു ഇറപ്ഷനാണ് സെൻട്രൽ ഇറപ്ഷൻ. ഇനി സെൻട്രൽ ഇറപ്ഷൻ തന്നെ പല ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് ഇസ് ഹവായൻ ടൈപ്പ്. Hawaiian type is the calmest of the eruption type, and they are characterized by effusive emission of highly fluid basaltic lava with low gas content. And the relative volume of ejected pyroclastic material is less than that of all other eruption types,
and this Hawaiian type is named after Hawaiian volcanoes. സെൻട്രൽ ഇറപ്ഷൻ ടൈപ്പിൽ ഏറ്റവും കാമസ്റ്റ് ആയിട്ടുള്ള ഇറപ്ഷൻ ടൈപ്പാണ് ഹവായൻ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ കൂടെ വരുന്ന ലാവയുടെ പ്രത്യേകത അതിൽ ഹൈലി ബെസാർട്ടിക് കണ്ടന്റ് ആയിട്ടുള്ള ലാവയാണ്. മാത്രമല്ല ഗ്യാസ് കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇതിൽ കൂടെ ഇജക്റ്റ് ചെയ്യുന്ന പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡസ്റ്റിൻ്റെയും ആഷിൻ്റെയും റോക്ക് ഡെബ്രീസിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനെയാണ് പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആ പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് മറ്റുള്ള ഇറപ്ഷനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും. ഇനി ഹവായൻ ടൈപ്പ് എന്ന് ഇതിന് പേര് വരാൻ കാരണം ഇത്തരത്തിലുള്ള ഇറപ്ഷനാണ് ഹവായൻ വോൾക്കാനോസിൽ ഉണ്ടാവാറ്. അതുകൊണ്ടാണ് അതിനെ ഹവായൻ ടൈപ്പ് എന്ന് വിളിക്കാറ്. Strombolian type. These are eruptions named after Stromboli in Italy. ഇറ്റലിയിൽ മെഡിറ്ററേനിയൻ സീയിൽ ലിപ്പാരി ഐലൻഡിൽ കാണപ്പെടുന്ന സ്ട്രോംബോളി വോൾക്കാനോയുടെ പേരിലാണ് സ്ട്രോംബോളിയൻ ടൈപ്പ് അറിയപ്പെടുന്നത്. കാരണം ആ സ്ട്രോംബോളി വോൾക്കാനോയുടെ അതർ ഫീച്ചേഴ്സ് ആണ് സ്ട്രോംബോളിയൻ ടൈപ്സ് ഓഫ് ഇറപ്ഷൻസിലുള്ളത്. These are short bursts of lava 15 to 90 meters in the air, and besides lava, other volcanic materials like pumice, scoria, bombs, etc. are ejected upon greater height in the sky. ഈ ഒരു എറപ്ഷന്റെ പ്രത്യേകത ഔട്ട്ബേസ്റ്റ് ചെയ്യുന്ന ലാവ 15 മുതൽ 90 മീറ്റർ വരെ എയറിൽ എത്താറുണ്ട്. ലാവയ്ക്ക് പുറമെ വോൾക്കാനിക് മെറ്റീരിയൽസ് ആയ പ്യൂമിസ്, സ്കോറിയ. പ്യൂമിസ് എന്ന് പറയുന്നത് വളരെ ഡാർക്ക് കളേർഡ് ആയിട്ടുള്ളൊരു വോൾക്കാനിക് റോക്കാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഓപ്പൺ പോർട്സിൽ വളരെ റിച്ചാണ്, സുഷിരങ്ങളിൽ വളരെ കൂടുതലുള്ള റോക്കാണ്. അതിൻ്റെ സെയിം ലൈറ്റ് കളർ റോക്കാണ് ഈ പ്യൂമിസ് എന്ന് പറയുന്നത്. അപ്പം തന്നെ കുറച്ചുകൂടെ വലിയ ഡെബ്രീസിനെയാണ് നമ്മൾ ബോംബ്സ് എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ തന്നെ ഈ ഒരു സ്ട്രോംബോളിയൻ ടൈപ്പ് ഓഫ് ഇറപ്ഷൻ്റെ പ്രത്യേകതകളാണ്. ആൻഡ് ദിസ് ഇറപ്ഷൻ ഇസ് വെരി റിതമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ്. ഈ ഒരു ഇറപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ലാവ ഫ്ലോ എന്ന് പറയുന്നത് വളരെയധികം ഒരു റിതമാറ്റിക്കും കണ്ടിന്യൂസ് ആണ്. വളരെ അപൂർവമായിട്ട് മാത്രമേ അതിൽ ഇൻറ്ററപ്ഷൻസ് ഉണ്ടാവാറുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു ഇൻറ്ററപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തമ്മിലുള്ള ഗ്യാപ്പ്, ഒരു ലാവ ഫ്ലോ കഴിഞ്ഞിട്ട് അടുത്തൊരു ലാവ ഫ്ലോയുടെ ഗ്യാപ്പ് എന്ന് പറയുന്നത് കുറച്ച് ലോങ് ഇൻ്റർവെൽ കഴിഞ്ഞിട്ടായിരിക്കും. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അനക്രാക്കറ്റോവ. Volcanic type. It is named after an volcano of Lipari Island in the Mediterranean. മെഡിറ്ററേനിയൻ സീയിൽ ലിപ്പാരി ഐലൻഡിൽ കാണപ്പെടുന്ന ഒരു വോൾക്കാനോയുടെ നെയിമാണ് ഈ വോൾക്കാനിക് ടൈപ്പിന് കിട്ടിയിരിക്കുന്നത്. കാരണം ആ വോൾക്കാനോയുടെ അതേ സെയിം ഫീച്ചേഴ്സ് ആണ് വോൾക്കാനിക് ടൈപ്പിൽ കാണാൻ സാധിക്കുന്നത്. Such volcanoes erupt with great force and intensity. ഈ ഒരു ടൈപ്പിന്റെ പ്രത്യേകത ഇവിടെ ഇറപ്ഷൻ നടക്കുന്നത് വളരെ ശക്തമായിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഇൻറ്റൻസിറ്റിയോടും ഫോഴ്സിൽ കൂടെയാണ് വോൾക്കാനിക് ഇറപ്ഷൻ ഈ ഒരു ടൈപ്പിൽ നടക്കുന്നത്. വോൾക്കാനിക് ഇറപ്ഷൻസ് ഇൻവോൾവ് violent gas explosions that blow out sticky plugs of lava, and these fragments builds up cones of ash and pumice, and the lava is very viscous and solidifies rapidly. ഈ ഒരു വോൾക്കാനിക് ഇറപ്ഷന്റെ പ്രത്യേകത ഗ്യാസ് എക്സ്പ്ലോഷൻ ശക്തമായിട്ട് നടക്കുന്ന ഒരു ടൈപ്പ് വോൾക്കാനിക് ഇറപ്ഷനാണ്. ഒപ്പം തന്നെ സ്റ്റിക്കി ആയിട്ടുള്ള ലാവ പ്ലഗ്സും പുറത്തു വരാറുണ്ട്. ഇത്തരത്തിൽ വരുന്ന ലാവ പ്ലഗ്സും ഒപ്പം തന്നെ വളരെയധികം ആഷസ് പുറത്തു വരുന്നുണ്ട്. ഈ ആഷസ് എല്ലാം കൂടെ അക്യൂമുലേറ്റ് ചെയ്ത് ആഷ് കോൺസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പ്യൂമിസ്, നേരത്തെ പറഞ്ഞതുപോലെ പ്യൂമിസ് എന്ന് പറയുന്നത് volcanic rock enriched with open pores സുഷിരങ്ങൾ കൂടുതലുള്ള ഒരു ടൈപ്പ് റോക്കാണ് പ്യൂമിസ് എന്ന് പറയുന്നത്. വൈറ്റ് കളർ കാണപ്പെടുന്നു. പിന്നെ ഈ വോൾക്കാനിക് ടൈപ്പിൽ ഫ്ലോ ചെയ്യുന്ന ലാവ എന്ന് പറയുന്നത് വളരെയധികം വിസ്കസ്, കട്ടി കൂടിയതുമാണ്, പെട്ടെന്ന് തന്നെ തണുത്ത് ഉറയുന്നതുമാണ്. Then this eruption usually clears the blocked vent and releases significant amount of ash. ഇതിൻ്റെ ഒരു പ്രത്യേകത വെന്റ് പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കി വളരെയധികം കൂടുതൽ ആഷസ് പുറത്തു വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഇറപ്ഷനാണ് വോൾക്കാനിയൻ ടൈപ്പ്. Pelian type is a type of eruption named after Pelee volcano of Martingue Island in Caribbean Sea. Caribbean Seaയിലുള്ള മാർട്ടിൻഗ്യൂ ഐലൻഡിൽ കാണപ്പെടുന്ന പീലിയ വോൾക്കാനോയുടെ പേരിൽ അറിയപ്പെടുന്ന ടൈപ്പ് ഓഫ് ഇറപ്ഷനാണ് പീലിയൻ ടൈപ്പ് എന്ന് പറയുന്നത്. In Pelian eruptions, a large number of gas, dust
ash and lava fragments are blown out laterally by the collapse of the cinder cone. ആദ്യം എന്താണ് സിൻഡർ കോൺ എന്ന് നോക്കാം. വെന്റിനടുത്ത് കാണപ്പെടുന്ന ആഷിൻ്റെയും പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽസ് നേരത്തെ പറഞ്ഞു, ഡസ്റ്റും ആഷും റോക്ക് ഡെബ്രീസും ഒക്കെ ചേർന്ന ഒരു കോമ്പിനേഷനിലുള്ള സോൾട്ട് മെറ്റീരിയൽസിനെയാണ് പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആഷോ അല്ലെങ്കിൽ ഈ പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽസോ വെന്റിനടുത്ത് ഡിപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാവുന്ന കോണാണ് സിൻഡർ കോൺ എന്ന് പറയുന്നത്. അപ്പോൾ സിൻഡർ കോണിൻ്റെ കൊളാപ്സ് കാരണം ഒരുപാട് എമൗണ്ട് ഓഫ് ഗ്യാസും ഡസ്റ്റും ലാവ ഫ്രാഗ്മെൻറ്റ്സും ഒക്കെ ബ്ലോൺ ചെയ്യുന്ന ഒരു ടൈപ്പ് ഇറപ്ഷനാണ് Pelian type എന്ന് പറയുന്നത്. And this eruption results in very viscous gas-rich acidic lava breaking out laterally and flowing out violently at high speed, causing massive destruction on its path. ഇത്തരത്തിലുള്ള ഒരു പീലിയൻ ടൈപ്പ് ഇറപ്ഷൻ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരുന്ന ലാവയുടെ പ്രത്യേകത അത് വളരെയധികം വിസ്കസ് ആയിരിക്കും, ഒപ്പം തന്നെ വളരെയധികം ഗ്യാസ് റിച്ച് ആയിരിക്കും, ഒപ്പം തന്നെ അത് ആസിഡിക് ടൈപ്പ് ഓഫ് ലാവയായിരിക്കും. വളരെ ശക്തമായിട്ടാണ്, വളരെ ഹൈ സ്പീഡിലാണ് ഈ ലാവ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വയലന്റ് ടൈപ്പ് ഓഫ് ഇറപ്ഷനാണ്. ആ ലാവ ഒഴുകുന്ന വഴിയിലെല്ലാം അത് മാസീവ് ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു ടൈപ്പ് ലാവയാണ് പീലിയൻ ടൈപ്പിൽ കാണാൻ സാധിക്കുന്നത്. ഹോട്ട് ഗ്യാസ് ആൻഡ് ലാവ മിക്സ്ചേഴ്സ് ആർ നോട്ട് ക്യാരിഡ് സ്കൈവുഡ് ടു ബിക്കം കോൾഡ് ടെഫ്ര ബട്ട് സ്പ്രെഡ്സ് ഡൗൺ സ്ലോപ്പ്. ഇതിൽ ഹോട്ട് ലാവയും ഒപ്പം തന്നെ ഗ്യാസ് മിക്സ്ചറും അത്രത്തോളം സ്കൈയിൽ എത്തിച്ചേരുന്നില്ല. സാധാരണ രീതിയിൽ സ്കൈയിലും ആഷിൻ്റെ ഒരു അക്യൂമുലേഷൻ ഉണ്ടാവാറുണ്ട്, അതിനെ ടെഫ്ര എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഇത് അത്രത്തോളം സ്കൈയിൽ എത്തിച്ചേരാറില്ല, പകരം അത് ഡൗൺ സ്ലോപ്പിലാണ് ശക്തമായിട്ട് ഒഴുകി കൂടുതൽ ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കാറ്. Plinian type or Vesuvius type. Plinian eruptions are known as Vesuvius eruption due to their similarity to the eruption in Mount Vesuvius in 79 BC. Plinian type of eruption Vesuvius type of eruption എന്ന് പറയാൻ കാരണം മൗണ്ട് വെസൂവിയസിന്റെ ഇറപ്ഷൻ ഈ ഒരു പ്ലീനിയൻ ടൈപ്പ് ഓഫ് ഇറപ്ഷനുമായിട്ട് വളരെയധികം സിമിലർ ആണ്. അതുകൊണ്ടാണ് അതിനെ വെസൂവിയസ് ടൈപ്പ് ഓഫ് ഇറപ്ഷൻ എന്ന് പറയുന്നത്. And this is the most violent and most explosive type of eruption. സെൻട്രൽ ഇറപ്ഷനിൽ അല്ലെങ്കിൽ വോൾക്കാനോ ഇറപ്ഷനിൽ വെച്ചിട്ട് ഏറ്റവും വയലന്റ് ആയിട്ടുള്ളതും ഏറ്റവും എക്സ്പ്ലോസീവ് ടൈപ്പ് ആയിട്ടുള്ള ഇറപ്ഷനാണ് പ്ലീനിയൻ ടൈപ്പ് എന്ന് പറയുന്നത്. ദി പ്രൊഡ്യൂസ് ഹ്യൂജ് ഫ്യൂംസ് ഓഫ് ആഷ് ആൻഡ് ഗ്യാസ് ദാറ്റ് ടിപ്പിക്കലി ടേക്ക് ദ ഷേപ്പ് ഓഫ് എ ഹ്യൂജ് മഷ്റൂം ക്ലൗഡ്. ഇതിൽ നിന്നും പുറത്തു വരുന്ന ആഷും ഗ്യാസസും ഒക്കെ അക്യൂമുലേറ്റ് ചെയ്ത് ഒരു ഹ്യൂജ് മഷ്റൂം ക്ലൗഡിന്റെ ഷേപ്പിലായിട്ട് മാറാറുണ്ട്. ആൻഡ് ദിസ് ഗ്യാസസ് erupt into a massive column of air that may reach up to 2 to 45 kilometers in the atmosphere. ഇതിൽ നിന്നും പുറത്തു വരുന്ന ആഷും അതുപോലെ തന്നെ ഗ്യാസസും ഭൂമിയിൽ നിന്നും 2 മുതൽ 45 കിലോമീറ്റർ അബവ് അറ്റ്മോസ്ഫിയറിൽ എത്തിച്ചേരാറുണ്ട്. The Plinian type of eruptions has high silica content. ഈ ഒരു പ്ലീനിയൻ ടൈപ്പ് ഓഫ് ഇറപ്ഷൻസിലുള്ള മാഗ്മയിൽ അല്ലെങ്കിൽ ലാവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ സിലിക്ക കണ്ടന്റ് വളരെയധികം കൂടുതലായിരിക്കും. These eruptions can last for days and create a sustained tall eruption which drops a huge amount of tephra, fallen volcanic material or surrounding areas. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നിന്നും ഇജക്റ്റ് ചെയ്ത് വരുന്ന ആ ഒരു മെറ്റീരിയൽസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ടെഫ്ര, അതായത് ആഷിൻ്റെ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചുറ്റുമുള്ള സറൗണ്ടിങ് ഏരിയയിൽ ഈ ആഷസ് ഒക്കെ വീണ് അക്യൂമുലേറ്റ് ചെയ്ത് കാണപ്പെടാറുണ്ട്. ആൻഡ് ദ പ്ലീനിയൻ ഇറപ്ഷൻസ് ക്യാൻ പ്രൊഡ്യൂസ് എക്സ്ട്രീംലി ഫാസ്റ്റ് മൂവിങ് ലാവ ഫ്ലോസ് ദാറ്റ് ഡിസ്ട്രോയ്സ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പാത്ത്. ഇത്തരത്തിലുള്ള പ്ലീനിയൻ ടൈപ്പ് ഓഫ് ഇറപ്ഷനിൽ ഉണ്ടാകുന്ന ലാവ മൂവ് ചെയ്യുന്നത് എവിടെയാണോ അവിടെയെല്ലാം വയലന്റ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കിയിട്ടാണ് ഈ ലാവ മൂവ് ചെയ്യുന്നത്. പ്ലീനിയൻ ടൈപ്പ് ഓഫ് ഇറപ്ഷൻ ഒരു എക്സാമ്പിൾ മൗണ്ട് സെന്റ് ഹെലൻസ്. ആൻഡ് ദ ലാസ്റ്റ് ടൈപ്പ് fissure eruption or Icelandic eruption. Icelandic eruptions are characterized by a persistent eruption along a fissure, long fracture or fall. ഫിഷർ ഇറപ്ഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സെൻട്രൽ ഇറപ്ഷനിൽ നിന്ന് വളരെയധികം വ്യത്യാസമാണ്. സെൻട്രൽ ഇറപ്ഷനിൽ എന്താണ് ചെയ്യുന്നത്, നടുക്കൊരു
പൈപ്പ് കാണും. ആ പൈപ്പിൽ കൂടെ വെന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്പണിങ്ങിൽ കൂടെ മാഗ്മ പുറത്തു വരുന്നതിനെയാണ് സെൻട്രൽ ഇറപ്ഷൻ എന്ന് പറയുന്നത്. സെൻട്രൽ ഇറപ്ഷൻ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള ഇറപ്ഷൻ ആണെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഫിഷർ ഇറപ്ഷൻ എന്ന് പറയുന്നത് ഇതിലൊരു പൈപ്പ് കാണത്തില്ല. പകരം ഏതെങ്കിലും ഫിഷേഴ്സിലൂടെയോ ക്രാക്സിലൂടെയോ അല്ലെങ്കിൽ ഫോൾട്ടിലൂടെയൊക്കെ മാഗ്മ പുറത്തു വരുന്നതിനെയാണ് ഫിഷർ ഇറപ്ഷൻ എന്ന് പറയുന്നത്. അത് ഐസ്ലാൻഡ് എന്നൊരു പ്ലേസിൽ കാണപ്പെടുന്ന ഇറപ്ഷനുമായിട്ട് വളരെയധികം സിമിലർ ആയതുകൊണ്ടാണ് അതിന് ഐസ്ലാൻഡിക് ഇറപ്ഷൻ എന്ന് പറയുന്നത്. There is a slow upwelling of magma from below and the result lava spread in the ground surface. ഇവിടെ വളരെ സ്ലോ ആയിട്ടാണ് മാഗ്മ പുറത്തു വരികയും അത് ഗ്രൗണ്ട് സർഫേസിൽ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. The speed of the lava movement depends upon the nature of magma, volume of magma, slope of ground and temperature condition. ഫിഷർ ഇറപ്ഷൻ അല്ലെങ്കിൽ ഐസ്ലാൻഡിക് ഇറപ്ഷനിൽ ലാവയുടെ സ്പ്രെഡിങ് നടക്കുന്നത് മാഗ്മയുടെ നേച്ചർ അനുസരിച്ചും അതിൻ്റെ വോളിയം അനുസരിച്ചും ഒപ്പം തന്നെ സ്പ്രെഡ് ചെയ്യുന്ന ഗ്രൗണ്ടിൻ്റെ സ്ലോപ്പ് അനുസരിച്ചും അവിടുത്തെ ടെമ്പറേച്ചർ കണ്ടീഷൻസും അനുസരിച്ചുമായിരിക്കും. ഫിഷർ ഇറപ്ഷൻ ഒരു എക്സാമ്പിൾ ഡെക്കൻ പ്ലേറ്റു. These are different types of eruptions plotted in a single diagram. This is an Icelandic eruption, that is fissure eruption. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ആ ക്രാക്കിൽ കൂടിയാണ് ലാവ പുറത്തു വരുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത്. അത് സ്പ്രെഡ് ആവുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. ദെൻ സെൻട്രൽ ഇറപ്ഷനിൽ വളരെ കമ്പാരിറ്റീവ്ലി കാമസ്റ്റ് ആയിട്ടുള്ള ഇറപ്ഷൻ ഹവായിൻ ഇറപ്ഷൻ, ലാവ മാത്രം പുറത്തു വരുന്നത് കാണാം. അത് കഴിഞ്ഞിട്ടുള്ള സ്ട്രോംബോളിയൻ ഇറപ്ഷൻ, ലാവ വരുന്നുണ്ട്, ഒപ്പം തന്നെ കുറച്ച് ഫ്യൂംസും ആഷസും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്, കുറച്ച് മെറ്റീരിയൽസ് പുറത്തു പോകുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് വോൾക്കാനിയൻ ടൈപ്പ്. വോൾക്കാനിയൻ ടൈപ്പ് കുറച്ചുകൂടെ സ്ട്രോംബോളിയൻ ടൈപ്പിനെ കുറച്ചുകൂടെ എക്സ്പ്ലോസീവ് ആണ്. കുറച്ചുകൂടെയൊക്കെ മെറ്റീരിയൽസ് എജക്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ദെൻ പീലിയൻ ടൈപ്പ്. പീലിയൻ ടൈപ്പ് വോൾക്കാനിക് ടൈപ്പിനെക്കാട്ടും കുറച്ചുകൂടെ എക്സ്പ്ലോസീവ് ആണ്. അതിലും ഒത്തിരിയധികം മെറ്റീരിയൽസ് എക്സ്പ്ലോഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് പ്ലീനിയൻ ടൈപ്പ്. ഇറ്റ് ഇസ് ദ മോസ്റ്റ് വയലന്റ് ടൈപ്പ് ഓഫ് ഇറപ്ഷൻ, ഫോർമേഷൻ ഓഫ് എ മഷ്റൂം ക്ലൗഡ് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും അതിൽ എജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലാവയാണ് ഏറ്റവും ഹൈലി മൂവബിൾ ആൻഡ് ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ്. The second classification of volcanoes is based on the periodicity of eruption. എത്ര നാളാണ് ഒരു വോൾക്കാനോ ഇറപ്റ്റ് ചെയ്യുന്നത് അത് വെച്ചിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ പീരിയോഡിസിറ്റി ഓഫ് ഇറപ്ഷൻസ്, volcanoes are divided into three: active volcano, dormant volcano and extinct volcano. Active volcano is a volcano that has at least one eruption during the last 10,000 years and they constantly eject ashes, gases, volcanic lavas and fragmented materials. And example 4 is Mount Etna, Mount Stromboli, etc. ആക്റ്റീവ് വോൾക്കാനോ എന്ന് പറയുന്നത് ലാസ്റ്റ് 10,000 വർഷങ്ങൾക്കിടയിൽ ഒരു തവണയെങ്കിലും ആ ഒരു വോൾക്കാനോ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇറപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വോൾക്കാനോ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് വോൾക്കാനോ എന്ന് പറയുന്നത്. അത് കോൺസ്റ്റന്റ് ആയിട്ട് ആഷസും ഗ്യാസസും വോൾക്കാനിക് ലാവോസും ഫ്രാഗ്മെന്റഡ് മെറ്റീരിയൽസും ഒക്കെ എജക്ട് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് മൗണ്ട് എറ്റ്നയും മൗണ്ട് സ്ട്രോംബോളിയും ആണ്. Then dormant volcano, it is a type of volcano that is not erupting but supposed to erupt again. They remain quiet after eruptions for some time but suddenly erupt very violently. For example, Vesuvius volcano. Dormant volcanoയുടെ പ്രത്യേകത ഒരു കാലത്തത് ഇറപ്റ്റ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ കുറേ നാളുകൊണ്ട് അത് ഇറപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഭാവിയിൽ അത് ഇറപ്റ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു വോൾക്കാനോ ആണ് ഡോർമെന്റ് വോൾക്കാനോ എന്ന് പറയുന്നത്. പ്രസന്റ്ലി അതിപ്പോൾ ഇറപ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ എപ്പോൾ വേണോ സഡൻ ആയിട്ടൊരു ഇറപ്ഷൻ സംഭവിക്കാം. അങ്ങനത്തെ വോൾക്കാനോയാണ് ഡോർമെന്റ് വോൾക്കാനോ എന്ന് പറയുന്ന. ഉദാഹരണം എന്ന് പറയുന്നത് വെസൂവിയസ് വോൾക്കാനോ, ഇന്ത്യയിൽ കാണപ്പെടുന്ന ബാരൽ ഐലൻഡ്സ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. Then extinct volcano. An extinct volcano had not erupted for at least 10,000 years and is not accepted to erupt again in a comparable time scale of the future. എക്സ്റ്റന്റ് വോൾക്കാനോ എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു 10,000 വർഷത്തിനിടയിൽ അതിന് ഇറപ്ഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനി ഒരിക്കലും ഇറപ്ഷൻ സംഭവിക്കാനും പോകുന്നില്ല. അങ്ങനത്തെ വോൾക്കാനോ വിളിക്കുന്ന പേരാണ് എക്സ്റ്റന്റ് വോൾക്കാനോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മൗണ്ട് തീസിയൻ ഓറിഗോൺ ഇൻ USA ആൻഡ് മൗണ്ട് സ്ലമിഷ് ഇൻ കോ ആൻഡ്രും. ഇത് രണ്ടുമാണ് എക്സ്റ്റന്റ് വോൾക്കാനോയുടെ എക്സാമ്പിൾസ്.